വളരെ കാലം മുമ്പ് ഒരു ചെറിയ ഗ്രാമത്തിൽ 4 കൂട്ടുകാർ താമസിച്ചിരുന്നു. അവരുടെ പേര് രാമു, ശാലു, കാലു, ലാലു എന്നിങ്ങനെയായിരുന്നു. ആദ്യത്തെ 3 ആളുകൾ വിദ്യ അഭ്യസിച്ചവരായിരുന്നു. അതിനാൽ അവരെല്ലാം വിദ്വാൻമാരായിട്ടാണ് അറിയപ്പെട്ടത്. എന്നാൽ ലാലുവിന് വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള അവസരം ലഭിച്ചില്ല. അതിനാൽ അവനെ എല്ലാവരും വിഡ്ഢിയായിട്ടാണ് കണക്കാക്കിയത്. ഒരു ദിവസം 4 കൂട്ടുകാരും പരസ്പരം സംസാരിക്കുകയായിരുന്നു. അപ്പോൾ രാമു പറഞ്ഞു, കൂട്ടുകാരെ, നമുക്ക് ഈ ഗ്രാമം വിട്ടു പോകണം. ശരിയെന്നെ. ഇനി നമ്മളിവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കണം. നഗരത്തിൽ പോയി നാം നമ്മുടെ ഭാവി സുന്ദരാക്കാൻ ശ്രമിക്കുക തന്നെ വേണം. നമ്മൾ വിദ്യാഭ്യസിച്ച് വിദ്വാൻമാരായി. പക്ഷെ ലാലു എന്തു ചെയ്യും? അവൻ വെറും വിഡ്ഢിയാണ്. അതിനാൽ നമ്മൾ മാത്രം നഗരത്തിൽ പോയാൽ മതി. അവന്റെ കാര്യം വിട്ടേക്ക്. ഇവരെന്നെ ഒഴിവാക്കുവാണോ? അത് പറ്റിയല്ല. ഞാനും നിങ്ങളുടെ കൂടെ വരും. എനിക്കും എന്റെ ഭാവി സുന്ദരമാക്കണം. എന്നാൽ ഞാനും നിങ്ങളുടെ കൂട്ടുകാരനല്ലേ. എന്നെ മാത്രം ഒഴിവാക്കിയിട്ട് നിങ്ങൾ മാത്രം പോകാൻ അത് നടക്കുകയല്ല. അങ്ങനെ 4 കൂട്ടുകാരും അവരുടെ ഭാവി സുന്ദരമാക്കാൻ നഗരത്തിലേക്ക് പോകുവാൻ നിശ്ചയിച്ചു. അങ്ങനെ ഒരു ദിവസം അവർ യാത്ര തുടങ്ങി. അവർ നടന്ന് നടന്ന് ഒരു കാട്ടിലെത്തി. അപ്പോൾ രാമു ഉറക്കെ പറഞ്ഞു, ഏയ് നോക്കൂ, നിലത്തെന്തോ കിടക്കുന്നുണ്ടല്ലോ. ഇതെന്തോ എല്ലും കൂടാണല്ല. ഏതോ മൃഗങ്ങൾ പിടിച്ച് തിന്നിട്ടുണ്ടാവും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു അവസരമാണിത്. അതുകൊണ്ട് സമയം പാഴാക്കണ്ട. അയ്യോ, വേണ്ട വേണ്ട. പരീക്ഷണത്തിനൊന്നും നമ്മൾ നിൽക്കണ്ട. എന്തിനാ വേണ്ടാത്ത പൊല്ലാപ്പൊക്കെ എടുത്ത് തലേ വെക്കുന്നത്? നമുക്ക് പോകാം. ലാലു, നീ മിണ്ടാതിരിക്കെ. നിനക്കെന്തറിയാം? എനിക്ക് ഈ അസ്ഥി കഷ്ണങ്ങളെല്ലാം ഏത് തരത്തിലാണ് വെക്കേണ്ടതെന്നറിയാം. വേണ്ട രാമു. അപ്പൊ എനിക്ക് ഇതിന് മജ്ജയും മാംസവും ഓരോ അവയത്തിലും ശരിയായിട്ട് വെക്കാനറിയാം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ മൃഗത്തിന് ജീവൻ കൊടുത്താലോ? എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? വേണ്ട കേട്ടോ, വേണ്ട. ഇത് സിംഹത്തിന്റെ അസ്ഥി കൂടാ. എനിക്കിത് കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. ഇവൻ വിഡ്ഢി മാത്രമല്ല, വെറും പേടിത്തൊണ്ടനുമാണ്. അതെ അതെ. രാമു മന്ത്രങ്ങൾ ചൊല്ലി അവിടെ കിടന്ന എല്ലിൻ കഷ്ണങ്ങൾ ശരിയായി ചേർത്ത് അസ്ഥിക്കൂടമുണ്ടാക്കി. ശ്യാമു തന്റെ സിദ്ധിയാൽ വളരെ കൃത്യമായി ആ അസ്ഥിക്കൂടത്തിന് മജ്ജയും മാംസവും വെച്ച് എല്ലാ അവയവങ്ങളും കൃത്യമായി സൃഷ്ടിച്ചു. അപ്പൊ ലാലു പറഞ്ഞു, നിർത്തു കൂട്ടുകാരെ, നിങ്ങൾ ഇത്രത്തോളം ചെയ്തില്ലേ? മതി. ദയവായി നിങ്ങൾ ഈ സിംഹത്തിന് ജീവൻ നൽകരുത്. ജീവൻ നൽകിയ ഇത് നമ്മളെ പിടിച്ച് തിന്നും. നോക്കിക്കോ. നീ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. ഞങ്ങൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്താന്ന് നീ വേണമെങ്കിൽ കണ്ടോ. ഇങ്ങനെയുണ്ട് ഒരു പേടിത്തൊണ്ടൻ. ഇതും പറഞ്ഞ് കാലു മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ലാലു പേടിച്ച് അവിടെ നിന്ന് ഓടി ഒരു മരത്തിൽ കയറിയിരുന്നു. എന്നിട്ട് കൂട്ടുകാർ ചെയ്യുന്നത് നോക്കി. പെട്ടെന്ന് സിംഹം ഉരുളാൻ തുടങ്ങി. അത് ജീവനോടെ എഴുന്നേറ്റ് നിന്ന് 3 പേരെയും നോക്കി ഗർജിച്ചു. 3 കൂട്ടുകാരും പേടിയോടെ നിലവിളിച്ചു. പക്ഷെ വിശന്നിരുന്ന സിംഹം ഒറ്റച്ചാട്ടത്തിന് അവരെ കൊന്ന് തന്റെ വിശപ്പടക്കി കാട്ടിലേക്ക് ഓടിപ്പോയി. ലാലു മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വളരെ ദുഃഖത്തോടെ തന്റെ കൂട്ടുകാരുടെ ഛിന്നഭിന്നമായി കിടക്കുന്ന മൃതദേഹത്തെ നോക്കി ചിന്തിച്ചു. എന്റെ കൂട്ടുകാരെ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ എനിക്ക് ആദ്യം മനസ്സിലായി ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന്. അതിനാൽ എന്റെ ജീവൻ രക്ഷപ്പെട്ടു. വിദ്യാഭ്യാസത്തെക്കാളും സാമാന്യ ജ്ഞാനമാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം നമ്മൾ സ്വന്തം കഴിവിൽ ഒരിക്കലും അഹങ്കരിക്കരുത് എന്നാണ്.